റിജിൽ, ഇപ്പോൾ ഇത്ര നേരം മനു പറഞ്ഞതിൽ നിന്നും റിജിലിന് മനസ്സിലാവുന്ന എന്താണ്? ഇപ്പോൾ പി ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. അത് ഒരിടത്ത് ഒതുങ്ങുന്നതല്ല, കണ്ണൂരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇപ്പോൾ വിദേശത്ത് നിന്നടക്കമുള്ള കോളുകൾ വരുന്ന കാര്യം പറയുന്നു. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിലേക്ക് ഇപ്പോൾ പാർട്ടിയിലേക്ക് എന്ന് പറഞ്ഞ് യുവാക്കൾ വരുന്നത് തന്നെ ഇത്തരത്തിൽ പണം സമ്പാദിക്കാനാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ മനു പറയുന്നത്. ആ രൂപത്തിലേക്കൊക്കെ അവിടെ CPM മാറിക്കഴിഞ്ഞു എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും ശ്രീമതി സ്മൃതി, അങ്ങനെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷുഹൈബിനെ കൊന്ന കൊലയാളിയായ ആകാശ് തില്ലങ്കേരിക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. കല്യാണം കഴിക്കുമ്പോൾ ആ കല്യാണ വീട്ടിൽ പിന്നെ ഈ ആകാശ് തില്ലങ്കേരിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഫ്ലക്സ് അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം കണ്ണൂരിൻ്റെ പല ഭാഗത്തുണ്ട്. എന്ത് മെസ്സേജാണ് CPM കൊടുക്കുന്നത്? ആ ആകാശ് തില്ലങ്കേരിയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും മറ്റ് കേസുകളും പ്രതിയാക്കപ്പെടുന്നത്. അതിൻ്റെ പിറകിൽ നിൽക്കുന്ന ആകാശ് തില്ലങ്കേരി എന്ന് പറയുമ്പോൾ പി ജയരാജൻ്റെ ഒരു പെറ്റാണ്. പി ജയരാജൻ അറിയാതെ ഒരു കാര്യവും അയാൾ ചെയ്യാറില്ല. ആ പി ജയരാജൻ്റെ പെറ്റായ ആകാശ് തില്ലങ്കേരിയുടെ കൂടെ ഇപ്പോൾ മനു നേരത്തെ പറഞ്ഞതുപോലെ പി ജയരാജൻ്റെ ഒരു മകനുണ്ട്. ആ മകൻ റെഡ് ആർമിയുടെ പ്രധാനപ്പെട്ട ആളാണ്. മാത്രമല്ല ഇവരുടെ കൂടെ സ്വർണം പൊട്ടിക്കാൻ പോകുന്നതിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന ആളാണെന്ന് ഉൾപ്പെടെ മനു പറയുകയാണ്. മാത്രമല്ല മറ്റൊരു മകൻ ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് കോപ്പി മാഫിയ സംഘം നേതൃത്വം കൊടുക്കുന്നു. അച്ഛൻ്റെ പേരിലാണ് നടത്തുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവിടെയൊക്കെ ചെറുപ്പക്കാർ ഇത്തരത്തിൽ ബിസിനസ് നടത്തുമ്പോൾ ഷെയർ കൂട്ടണം, അല്ലെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ ഷെയർ കൂട്ടണം എന്നുള്ള നിബന്ധന പോലും പെടുത്തുന്നു എന്ന് പറയുമ്പോൾ എത്ര ഗൗരവതരമാണ്. അവിടെ കോപ്പി വാച്ച് മാഫിയ സ്വർണം വരുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്യാണ്. എന്നിട്ട് ഇയാൾ പറയാണ് ഞാൻ വലിയ ആദർശ കമ്മ്യൂണിസ്റ്റാണെന്ന്. എന്താണ് ഈ നാട്ടിനകത്ത് ഒരു അന്വേഷണ സംവിധാനമില്ല. അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ എന്ത് പോലീസാണ് ഇവിടെയുള്ളത്. കൃത്യമായി ഇത് അന്വേഷിക്കേണ്ട കാര്യമല്ലേ? നാട്ടിലെ ചെറുപ്പക്കാരെ, നമ്മുടെ സമൂഹത്തെ ഇതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയ സംഘങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ഉന്നതനായ CPM നേതാവും അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ മുന്നോട്ട് വരുന്നു എന്ന് പറയുന്ന ഗൗരവതരമായ ആരോപണം ഉണ്ടാകുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? CPM-നകത്ത് നല്ലവരായ മനു തോമസിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഇപ്പോൾ പി ജയരാജനെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മനു തോമസിൻ്റെ അകത്ത് വന്നപ്പോൾ ജയരാജൻ ഇട്ട പോസ്റ്റിനകത്ത് കമൻറ്റുകളൊക്കെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതൊക്കെ റെഡ് ആർമിയിൽപ്പെട്ടവരാണ്, PJ ആർമിക്കാരാണ്. പക്ഷേ മനു തോമസിനെ അനുകൂലിച്ച് നിൽക്കുന്ന നല്ലവരായ കമ്മ്യൂണിസ്റ്റുകൾ, ഉത്തരവാദപ്പെട്ട ഭാരവാഹി ആളുകൾ, എത്രയോ ആളുകൾ ഇത് തെറ്റാണ്, ഇത് മനു തോമസ് ചെയ്ത് ശരിയാണെന്ന് പറയുന്ന എത്രയോ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളുണ്ട് എന്നുള്ളതാണ്. കണ്ണൂരിൽ പോലും ഇപ്പോൾ ഇരുമ്പ് മറക്കാണല്ലോ, കണ്ണൂരിൽ ഒരു ഏകഛത്രാധിപതിയെ പോലെയാണല്ലോ കണ്ണൂരെ പാർട്ടി. അവിടെ എതിർവായി തിരുവായില്ല, പിണറായി വിജയൻ പറയുന്നതിനപ്പുറം ഇല്ല എന്നുള്ള പാർട്ടിക്കകത്ത് ഇപ്പോൾ ഗ്രൂപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ആദർശപരമായ ഗ്രൂപ്പല്ല, അധികാരം വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. പി ജയരാജൻ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ബിസിനസ് സംവിധാനവും അദ്ദേഹം ഈ BJP നേതാക്കന്മാർ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് നടത്തിയ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ അവിടെ ചർച്ചയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ എതിർക്കാൻ ഞാനാണ്, പി ജയരാജനാണ് മാഫിയ തലവൻ, പി ജയരാജനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, ഞാൻ ആദർശവാനാണെന്ന് പറയുന്ന ഈ ജയരാജനും ഇപ്പോൾ കേൾക്കുമ്പോൾ എത്രയോ പി ജയരാജൻ അതിനെ എത്രയോ മാന്യനാണെന്ന് പറയേണ്ടി വരും. ആ രൂപത്തിലേക്കല്ലേ കണ്ണൂരിലെ പാർട്ടി പോകുന്നത്? ഇത് ഗൗരവതരമായി, ഇത് നാടിൻ്റെ പ്രശ്നമല്ലേ? ഇത് നാടിൻ്റെ പ്രശ്നമല്ലേ? മാത്രമല്ല സ്മൃതി, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഒരു DYFIയുടെ ജില്ലാ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്തിനകത്ത് നേതൃത്വം കൊടുത്ത് അതിൻ്റെ സ്വർണം അയച്ചത് DYFIയുടെ ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിലേക്ക് എത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ പരാതി കൊടുത്ത് ആ പരാതി കൊടുത്ത DYFI ജില്ലാ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന ഒരു നേതാവിന് യുവജനക്ഷേമ ബോർഡിൻ്റെ കമ്മീഷൻ ചെയർമാനായി നിൽക്കുന്നു. എന്ത് സന്ദേശമാണ് ഈ പാർട്ടി കൊടുക്കുന്നത്? തെറ്റാതിരുത്തുന്നത് ഒരു മിനിറ്റ്. TPA കേസിലെ പ്രതികളെ അതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. ആ പ്രതികൾക്ക് ജയിലിൽ വെച്ചിട്ട് ഇത് നടത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് സന്ദേശമാണ് CPM നാട്ടിലെ നടത്തുന്നത്? ഇതാണോ തിരുത്തൽ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.